തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് ചെയ്യേ. അങ്ങനെ അങ്ങനെ എന്താ താഴെ എന്താണ് നടക്കുന്നതെന്നറിയോ? ഇന്ദ്രജ അവിടെ ഇന്ന് പൊട്ടിക്കറിയ. എന്തുപറ്റി അവൾക്ക്? സൂര്യയുടെ ഉപദ്രവം തന്നെ. സൂര്യ ഇന്ദ്രജയെ കൊണ്ട് എന്താ ചെയ്യിച്ചെന്നറിയോ? നീ പെട്ടെന്ന് പറയേ. ഇന്ദ്രജയെ കൊണ്ട് നന്ദിനിയുടെ കാല് കഴിയിച്ചു. വേലക്കാരിക്ക് പഠിക്കൂ. അത് ഇന്ദ്രജ ചെയ്തേ പറ്റൂന്ന് ഇന്ദ്രജയെ ഭീഷണിപ്പെടുത്തി. എന്തെങ്കിലും കാരണമുണ്ടോ അതിന്? കാരണം എന്താന്ന് ചോദിച്ചാൽ ഒരു ചെറിയ കാരണം. അതെന്താ? ആന്റി, ഇന്ദ്രജയ്ക്ക് പെഡിക്യൂർ ചെയ്യണം. ഏതെങ്കിലും നല്ല ബ്യൂട്ടി പാർലറിൽ പോയാ പോരെ എന്ന് ഞാൻ ചോദിച്ചതാ. അപ്പോ അത് വേണ്ട, നന്ദിനി തന്നെ ചെയ്താ മതി എന്ന് ഇന്ദ്രജയ്ക്ക് വാശി. അപ്പൊ എന്താ സംഗതി? അന്ന് പൂജയ്ക്ക് നന്ദിനിയുടെ കാല് കഴിയുന്നതിന്റെ ക്ഷീണം മാറ്റാൻ. പക്ഷേ കാല് കഴി തുടങ്ങിയപ്പോഴേക്കും സൂര്യ വന്നു. പിന്നത്തെ കാര്യം പറയണ്ടല്ലോ. നന്ദിനിയെ പിടിച്ച് സോഫയിൽ ഇരുത്തിയിട്ട് ഇന്ദ്രജയോട് അവളുടെ കാല് കഴി വൃത്തിയാക്കാൻ പറഞ്ഞു. എന്റെ ആന്റി, ഇന്ദ്രജയുടെ ആ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് പോലും സഹിക്കാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ ഇന്ദ്രജയുടെ കാര്യം പറയണോ? ഭീഷണി എന്ന് പറഞ്ഞാ പഴയതുപോലെ തല്ലും കൊല്ലും എന്നൊക്കെ തന്നെയാ. ഇതിനിടയ്ക്ക് അവളുടെ ഒരു ഇരിപ്പ് കാണണം. ആ നന്ദിനിയുടെ എല്ലാം കീഴടക്കിയ ഒരു മഹാറാണിയെ പോലെ ഇങ്ങനെ ചാരിയൊരു ഇരിപ്പ. ഭാഗ്യത്തിനാണ് ആന്റി ആ നേരത്തെ അങ്ങോട്ട് വരാതിരുന്നത്. അല്ലെങ്കിൽ ആന്റിയെ കൊണ്ടും സൂര്യ അത് ചെയ്യിപ്പിച്ചേനെ, അതുറപ്പ്. മമ്മി, ഇനി ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ നിൽക്കൂല. ഞാൻ വിജയ് ഇപ്പൊ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഇന്ദ്രജിത്ത്, താനെന്താ ഈ പറയുന്നത്? വേണ്ട വിജയ്, എനിക്കിനി അവളുടെ മുൻപിൽ നിൽക്കാൻ പറ്റില്ല. ഞാനെല്ലാം അവസാനിപ്പിച്ചു. അവളെ ഇനി നമുക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റില്ല. അമ്മയെ കൊണ്ടും പറ്റില്ല. പിന്നെ എന്ത് കാത്താ നമ്മൾ ഇവിടെ നിൽക്കുന്നേ? ഏതെങ്കിലും തെരുവില് ഏതെങ്കിലും കടത്തിണ്ണയുടെ മുൻപിൽ ചെന്ന് കിടന്നാലും ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. കടത്തിണ്ണയോ? എന്റെ ഇന്ദ്രജയെ പഴയതുപോലെ അല്ല. ഇപ്പൊ കടത്തിണ്ണയിൽ കിടക്കുന്നവരെ പോലീസുകാർ പൊക്കും. ഞാൻ എങ്ങനെയെങ്കിലും എടുത്തിയാടി ഓടും. തനിക്കെങ്ങനെ ഓടാൻ പറ്റുമോ? ഓടിയാൽ തന്റെ സൗന്ദര്യം കുറയില്ലേ? അല്ല, ഞാൻ ഇന്ദ്രജയോട് സ്നേഹമുള്ളതുകൊണ്ട് പറയുന്നത് ആന്റി. നിന്നോട് ആരാ അവളോട് വാശി തീർക്കാൻ പറഞ്ഞേ? അപ്പൊ അതാണ് മമ്മി കണ്ടുപിടിച്ച കുറ്റല്ലേ? അല്ലാതെ അത് ചേച്ചി സൂര്യയോട് മമ്മിക്ക് ദേഷ്യമൊന്നുമില്ല, അവളോടുമില്ല. എടി, അവൾക്കെതിരെ ഒരു കാര്യം ചെയ്യുമ്പോ എന്നോട് അത് പറയണമെന്ന് 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? പ്രത്യേകിച്ച് സൂര്യ ഇവിടെ ഉള്ളപ്പോ അവളെ ഉപദ്രവിച്ചാൽ എന്തായിരിക്കും അനുഭവം എന്ന് അറിയില്ലേ? സൂര്യ പുറത്തു പോയിരിക്കായിരുന്നു, അവനിവിടെ ഉണ്ടായിരുന്നില്ല മമ്മി. അതുകൊണ്ടാ ഞാൻ അവളെ വിളിച്ചു വരുത്തിയത്. പക്ഷെ കൃത്യസമയത്ത് അവൻ കയറി വന്നു. അതിന് അളിയനെ തോപ്പിക്കാൻ ഈ ഭൂമുഖത്ത് വേറെ ആരെയും കിട്ടില്ല. എവിടെയാണോ വരേണ്ടത് അവിടെ കൃത്യമായിട്ട് അളിയൻ പ്രത്യക്ഷപ്പെട്ടിരിക്കും. മിണ്ടാതിരിക്കുന്നുണ്ടോ അവിടെ? മിണ്ടാതിരിക്കാൻ വിജയ്ക്ക് ചങ്കുറ്റുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, അവളെങ്ങ് കൊല്ലും. എന്നിട്ട് ജയിലിൽ പോയി കിടക്കും. ജയിലിൽ വന്ന് നിങ്ങളെ കണ്ടോളാം. വരൂന്ന് പറഞ്ഞിട്ട് അവസാനം വരാതിരിക്കരുത്. ഞാൻ വരൂന്ന് പറഞ്ഞില്ലേ? എങ്ങനെ ആന്റി, ഞാൻ ഈ കോൺട്രാക്ട് ഏറ്റെടുക്കട്ടെ? കാര്യം ശരിയാ, ഞാൻ ജയിലിൽ കിടക്കുന്നതും ഇവിടെ കിടക്കുന്നതും ഒക്കെ ഒരുപോലെയാ. പക്ഷേ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. അവിടെ ജയിലിലാണെങ്കിൽ ഇങ്ങനെ അഴി പിടിച്ച് നിൽക്കാം. ആ ഒരു വ്യത്യാസമുണ്ട്.
ഇന്ദ്രജേ, ഒരുത്തന്റെ ജീവിതം, ഒരു പാവപ്പെട്ടന്റെ ജീവിതം നിന്റെ കാൽ ചുവട്ടിലുണ്ടെന്ന് കരുതി ഒരുപാടങ്ങ് ഇങ്ങനെ ചവിട്ടി ഇറക്കരുത്. വേദനയുണ്ടടി, വേദന. കണ്ടോ മമ്മി, വിജയുടെ സ്വഭാവം പോലും മാറിയത് കണ്ടോ? പിന്നെ അവൻ എന്താ ചെയ്യണ്ടേ? നീ പറഞ്ഞ പോലെ അവൻ നന്ദിനിയെ കൊല്ലണോ? എന്നിട്ട് ജയിലിൽ പോയി കിടക്കണോ? മമ്മി, പിന്നെ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ജീവിതം തന്നെ മടുത്തു. ആദ്യം നീ ഒന്ന് അടങ്ങ്. കൊല്ലാൻ ശ്രമിച്ചാലും പൊട്ടി മുളയ്ക്കുന്ന ഒരു ജാതകമുണ്ട് അവൾക്ക്. അതുകൊണ്ടാണ് ആരിടപെട്ടാലും അവൾ തീർന്നു പോവാത്ത. കൃത്യമായിട്ടുള്ള ഒരു അവസരം നോക്കാതെ ഇനി അവൾക്കെതിരെ നീങ്ങാൻ പാടില്ല. ഇത് ഞാൻ മറക്കില്ല മമ്മി. അവളുടെ കാല് തൊട്ട് എന്റെ കൈ വെട്ടിക്കളയാനുള്ള പകയുണ്ട് എനിക്ക്. മമ്മി, മമ്മി നോക്കിക്കോ, ഒന്നും പറ്റില്ലെങ്കിൽ ഒരു ദിവസം അവളുടെ കഴുത്ത് ഞാൻ തന്നെ അരിഞ്ഞളയും. ഗംഗ, ഞാൻ റെഡിയാണേ. കുറെ ദിവസമായി ഒന്ന് പുറത്തിറങ്ങണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. എവിടേക്കാ നമ്മൾ പോകുന്നേ? പത്മയുടെ വീട്ടിലേക്ക്. പത്മയുടെ വീട്ടിലോ? എന്തിന്? ചാവാനോ? ഞാൻ പറഞ്ഞിരുന്നതല്ലേ, ഏൽപ്പിച്ചവരൊക്കെ പരാജയപ്പെട്ട പിന്നെ ഞാൻ തന്നെ നേരിട്ട് ഇറങ്ങുന്നു. ഗംഗയൻ, നിന്റെ മനക്കരുത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ പത്മയുടെ മനക്കരുത്തില് അതിനേക്കാൾ വിശ്വാസമുണ്ട്. അതുകൊണ്ട് ചോദിക്കുക, പോണോ? പോണം, പോയേ പറ്റൂ. കുറെ നാളായില്ലേ ഏട്ടത്തിയും ഏട്ടത്തിയുടെ കുടുംബത്തിനെയും കണ്ടിട്ട്. ഇന്ന് ഗംഗ അവിടെ കാലുകൊത്തുന്നത് ആ കുടുംബത്തിനൊരു ഷോക്ക് കൊടുക്കാനാ.